പൗളിയൻ ലേഖന പഠന പരമ്പരയുടെ 25ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ പൗലോസ്ലീഹ എഫെസ്യർക്ക് എഴുതിയ ലേഖനം 3-4 അധ്യായങ്ങളാണ്. 3-ാം അധ്യായത്തിൽ ഒരു വചനം ഞാൻ വായിച്ച് ആരംഭിക്കുകയാണ്. 9-ാമത്തെ തിരുവചനം. സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൽ യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യത്തിൻ്റെ പ്രവർത്തനം എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കുവാൻ ഉതകുന്ന വരം വിശുദ്ധരിൽ ഏറ്റവും നിസ്സാരനായ എനിക്ക് നൽകപ്പെട്ടു. ഒരുപാട് സഹോദരങ്ങളെ, സുവിശേഷത്തിൻ്റെ ഒരു ശക്തിയെ പറ്റി പറയാം. അത് യുഗങ്ങൾക്ക് മുമ്പ് ഉള്ള ആ രക്ഷാകര രഹസ്യം കാലസമ്പൂർണതയും വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ അപ്പസ്തോലന്മാരാണ് അത് ലോകത്തിന് നൽകുന്നത്. അതിന് മുമ്പുള്ള തലമുറയ്ക്ക് അറിഞ്ഞുകൂടാ. അതിനുശേഷമുള്ള തലമുറ അപ്പസ്തോലന്മാരിൽ നിന്ന് പഠിക്കണം. അപ്പോൾ ആ ഒരു വലിയ ഭാഗ്യത്തെ പൗലോസ്ലീഹ അനുസ്മരിപ്പിക്കുന്ന വചനമാണിത്. അതായത് നമ്മൾ പ്രസംഗിക്കുന്ന സുവിശേഷം എന്ന് പറയുന്നത് അനേകം തലമുറകൾക്ക് ലഭിക്കാത്തതും നമുക്ക് ലഭിച്ചതുമായ വലിയൊരു അനുഗ്രഹമാണ്, വലിയൊരു മിസ്റ്ററിയാണ്, രഹസ്യമാണ് എന്നുള്ളൊരു ബോധ്യം പൗലോസ്ലീഹയോട് പറഞ്ഞു വയ്ക്കുക. ഇനി അടുത്തൊരു വചനം കേൾക്കാം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പറ്റി പറയുന്നത് 3-ാം അധ്യായം 18-ാമത്തെ തിരുവചനം. എല്ലാ വിശുദ്ധരുടെയൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. കണ്ടോ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവുമാണ് പൗലോസ്ലീഹ ഇവിടെ ചോദിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കരകവിഞ്ഞ ഒഴുകലെ നമ്മുടെ ഉള്ളിൽ അനുഭവിക്കാനും ആസ്വദിക്കാനും പറ്റണം എന്നുള്ള കാര്യമാണ് പൗലോസ്ലീഹ ഇവിടെ കൂടുതലായി പ്രസ് ചെയ്ത് പറയുന്നത്. 4-ാം അധ്യായത്തിൽ കടന്നു വന്നു കഴിഞ്ഞാൽ ഒരു വചനം വായിക്കുകയാണ്. 9-ാമത്തെ വചനം. അവൻ ആരോഹണം ചെയ്തു എന്നതിൻ്റെ അർത്ഥം എന്താണ്? അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയെന്നു കൂടിയല്ലേ? ഇറങ്ങിയവൻ തന്നെയാണ് എല്ലാ വസ്തുക്കളെയും പൂരിതമാക്കാൻ വേണ്ടി എല്ലാ സ്വർഗങ്ങൾക്കും ഉപരി ആരോഹണം ചെയ്തവനും. എന്താണ് ഈ വചനത്തിൻ്റെ അർത്ഥം? യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. ഇത് അപ്പോസ്തലന്മാർ കണ്ട കാര്യമാണ്. അതിനർത്ഥം യേശു ക്രിസ്തു ആരോഹണം ചെയ്യണമെങ്കിൽ താഴ്ത്തുനിന്നാണല്ലോ ആരോഹണം ചെയ്യുക. അപ്പോൾ എവിടെ നിന്നാണ് ആരോഹണം ചെയ്യുന്നത്? ഭൂമിയിൽ നിന്നല്ല, ഭൂമിക്കും താഴെ അധോഭാഗങ്ങളിൽ നിന്ന്, അതായത് പാതാളത്തിൽ നിന്ന്. അതായത് യേശുക്രിസ്തു മരിച്ച് യേശുക്രിസ്തുവിൻ്റെ ശരീരം കല്ലറയിൽ അടക്കപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് വിശുദ്ധരെ സൂക്ഷിക്കുന്ന പാതാളത്തിലേക്ക് വരെ എത്തി. അവിടെ നിന്നാണ് ക്രിസ്തുവിൻ്റെ ഉയർപ്പ് എന്ന് പൗലോസ്ലീഹ പറഞ്ഞു വയ്ക്കുക. സ്വർഗാരോഹണം എന്ന് പറയുന്നത് അവിടെ നിന്ന് ആരംഭിക്കുന്നു എന്ന് പറയുക. എന്നിട്ട് എന്ത് സംഭവിക്കുകയാണ്? എല്ലാ വസ്തുക്കളെയും പൂരിതരാക്കാൻ വേണ്ടി എല്ലാ സ്വർഗങ്ങൾക്കും ഉപരി ആരോഹണം ചെയ്തു. അപ്പോൾ എന്താണ് എല്ലാ സ്വർഗങ്ങളും? ഞാൻ മുൻപേ ഒരു എപ്പിസോഡിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അതായത് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിന് 3 തട്ടാണ്. ഏറ്റവും മുകളിലെ തട്ടിലാണ് 3-ാം സ്വർഗം, അതായത് ദൈവം ഇരിക്കുന്നത്. 2-ാം സ്വർഗമാണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ ഉള്ളത്. 1-ാം സ്വർഗമാണ് ഏറ്റവും താഴെയുള്ള, സ്വർഗത്തിൻ്റെ ഏറ്റവും താഴെയുള്ള തട്ട്. അവിടെയാണ് നമ്മൾ കാണുന്ന ആകാശം, കിളികളും മേഘങ്ങളും ഒക്കെ നിൽക്കുന്നത്. ഇങ്ങനെ 3 തട്ടായിട്ടാണ് സ്വർഗത്തെ പറയുന്നത്. അതിന് താഴെ ഭൂമി, അതിന് താഴെ പാതാളം. പാതാളം എന്ന് പറയുന്നത് ഭൂമിക്ക് താഴെയാണ്. അവിടെ അബ്രാഹത്തിൻ്റെ മടിയാണ്. ലാസറിൻ്റെ ജനവാൻ്റെ ഉമ്മയെ ആലോചിക്കാം. അവിടെ അബ്രാഹത്തിൻ്റെ മടി എന്ന് പറയുന്നുണ്ടല്ലോ, ആത്മാക്കളെ സൂക്ഷിക്കുന്ന സ്ഥലം. അതിനും താഴെയാണ് നരകം. ഈ നരകത്തിനും പാതാളത്തിനും ഇടയിലൊരു വിടവുണ്ട്. ഇങ്ങനെയാണ് അവരുടെ കൺസെപ്റ്റിലെ നരകം, പാതാളം, ഭൂമി, 3 സ്വർഗങ്ങൾ എന്ന രീതിയിൽ കാണുന്നത്. ഇത് അവരെന്ത് ചെയ്യുന്നറിയാമോ? ഭൂമിയും സ്വർഗവും തമ്മിലുള്ള ബന്ധത്തിൽ ജെറുസലേം ദേവാലയത്തിൽ ചിത്രീകരിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ സഭയിലെ ദേവാലയത്തിലെ അതിവിശുദ്ധ സ്ഥലം, വിശുദ്ധ സ്ഥലം, ഹൈക്കല എന്നെല്ലാം തരംതിരിക്കുന്നതിന് കാരണം ഇതാണ്. അപ്പോൾ ഇതിനിടയിൽ തിരശ്ശീലയുണ്ട്. യഹൂദന്മാരുടെ ആ തിരശ്ശീലയിലെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം വരച്ചു വെച്ചിട്ടുണ്ട്. അതായത് 2-ാം സ്വർഗം എന്ന അർത്ഥത്തിലാണ് അതിനെ വരച്ചു വെച്ചിരിക്കുന്നത്. ഈ തിരശ്ശീലയാണ് നടുവ് കീറിപ്പോയി എന്നുള്ളത് നമ്മൾ യേശുവിൻ്റെ കുരിശുമരണ സമയത്ത് കാണുന്നത്. സൂര്യൻ ചന്ദ്രൻ നിലംപതിക്കും, സൂര്യൻ നിപതിക്കും, നക്ഷത്രങ്ങൾ ലോകാവസാന സമയത്ത് നീങ്ങിപ്പോകുന്ന കാര്യം പറയുന്നത് ജെറുസലേം ദേവാലയത്തിൻ്റെ നാശത്തോടനുബന്ധിച്ച് ഈ തിരശ്ശീല കീറിപ്പോണ കാര്യത്തെയാണ് യേശു ക്രിസ്തു മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ പറയുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വേണം ഈ വചനം വായിച്ച് മനസ്സിലാക്കുവാനായിട്ട്. എന്താ പറയുന്നത്?
പാതാളത്തിൽ നിന്നാണ് ക്രിസ്തു ഉത്ഥാനം ചെയ്ത് സ്വർഗാരോഹണം ചെയ്യുന്നത്, സ്വർഗങ്ങളെല്ലാം കടന്നുകൊണ്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് എത്തുന്നത്. അപ്പം അത്രയും വിനീതനാകുവാൻ യേശുവിന് സാധിക്കുന്നു. നമുക്കും അത് സാധിക്കണം എന്നുള്ള കാര്യം കൂടി പൗലോസ് പറയുക. അപ്പോൾ ഇങ്ങനെ ആരോപണം ചെയ്ത യേശു കർത്താവ് ചിലർക്ക് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകരുമാകുവാൻ വരം നൽകി എന്ന് പൗലോസ് പറയുക. അപ്പോൾ ഇങ്ങനെ ഏറ്റവും താഴെ പോയവരാണ് ഏറ്റവും മുകളിലോട്ട് വന്നിരിക്കുന്നത്. അവിടെ നിന്നാണ് എല്ലാവർക്കും വരങ്ങൾ നൽകുന്നത് എന്നുള്ള കാര്യം പൗലോസ് പഠിപ്പിക്കുക. ഇനി 22-ാമത് തിരുവചനം, 4-ാമത് അധ്യായത്തിലെ 22-ാമത് തിരുവചനം ഇപ്രകാരം പറയുക: നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. വലിയൊരു ആഹ്വാനമാണ്. നമ്മുടെ പഴയ മനുഷ്യൻ എങ്ങനെയുള്ളതാ? ഇന്ന് നമ്മുടെ അവസ്ഥയിലാണോ? ആ അവസ്ഥയെ ദൂരെ എറിയണം. ഏതാണ് അവസ്ഥ? പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യൻ. അപ്പോൾ ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, പഴയ ജീവിത രീതി. ഇന്ന് ഞാൻ ക്രിസ്ത്യാനിയാണ്, പക്ഷെ എൻ്റെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട ആസക്തികൾ നിറഞ്ഞ, അത് ഹൃദയത്തിലിരിക്കുന്നത് ആസക്തി, വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ, വഞ്ചനയും ആസക്തിയും എൻ്റെ ഉള്ളിനുള്ളിലുണ്ട്. പുറമേക്ക് ഞാൻ ക്രിസ്ത്യാനിയാണ്, പഴയ സ്വഭാവം എൻ്റെ ഉള്ളിലുണ്ട് എങ്കിൽ ആ മനുഷ്യനെ ദൂരെ എറിയണമെന്ന് പൗലോസ് ലീഗ ശക്തമായി ആവശ്യപ്പെടുകയാണ്. തുടർന്ന് വർജിക്കേണ്ട പാപങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായി പറയുകയാണ്. വർജിക്കേണ്ട തിന്മകൾ. അവിടെ ഒരു കാര്യം പറയുകയാണ്: വ്യാജം വെടിഞ്ഞ് എല്ലാവരും അയൽക്കാരോട് സത്യം സംസാരിക്കണം. ഇന്ന് പലപ്പോഴും നുണ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നുണ പറയുന്നപ്പോൾ എന്താ തെറ്റ്? എല്ലാവരും പറയുന്ന കാര്യമല്ലേ നുണ എന്ന രീതിയിലേക്ക് നമ്മുടെ ആളുകൾ മാറുകയാണ്. നുണ പറയുന്നത് പാപമാണ്. വ്യാജം വിഴിഞ്ഞ് സത്യം സംസാരിക്കണം, ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത് പറയുകയാണ്, കോപിക്കാം എന്നാൽ പാപം ചെയ്യരുത്. കോപം എന്ന് പറയുന്നത് മൂലപാപമാണ്, പാപത്തിന്റെ വേരാണ്. അപ്പൊ കോപിക്കാം, കോപം ഉണ്ടെങ്കിൽ തന്നെ പാപത്തിലേക്ക് കടന്നു ചെല്ലരുത്. പെട്ടെന്ന് വികാരപരമായി കോപിച്ചേക്കാം, പക്ഷെ പാപത്തിലേക്ക് പോകരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടുപോകാതിരിക്കട്ടെ. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. കണ്ടോ, നമ്മുടെ കോപം എത്രത്തോളം പോകണം? സൂര്യൻ അസ്തമിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ ക്ഷണികമായിരിക്കണം കോപം. അല്ലാതെ അത് കോപം പിന്നെ പകയായി പ്രതികാരമായി ദിവസങ്ങളും മാസങ്ങളും കൊണ്ടു നടക്കുന്ന ശത്രുതയായി മാറിയാൽ തിന്മ അവസരം കണ്ടെത്തും. നമ്മുടെ ഹൃദയം അത്രയും കർത്താവിൻ്റെ മുമ്പിൽ പരിശുദ്ധമായിരിക്കണം. തുടർന്ന് മോഷ്ടിക്കരുത്. മോഷ്ടാവിനിമേൽ മോഷ്ടിക്കരുത്. അവരില്ലാത്തതുമായി പങ്കുവയ്ക്കുവാൻ എന്തെങ്കിലും സമ്പാദിക്കുന്നതിന് വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായി ജോലി ചെയ്യട്ടെ. ഇങ്ങനെ ഓരോ സന്ദേശങ്ങളും പൗലോസ് ലീഹ നൽകുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം കേൾക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഈ നോമ്പ് കാലത്ത് വഞ്ചന നിറഞ്ഞ ആസക്തികളെ കലുഷിതമായ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ മഹാരഹസ്യം ധ്യാനിച്ചുകൊണ്ട് വിശുദ്ധമായൊരു ജീവിതത്തിലേക്ക്, സത്യം പറയുന്ന, കോപിക്കാത്ത, ഹൃദയത്തിൽ പക സൂക്ഷിക്കാത്ത, മറ്റുള്ളവരുടെ സമ്പത്തിനോടുള്ള ആസക്തി എടുത്തു കളഞ്ഞ വിശുദ്ധരായ മക്കളായി ഈ നോമ്പുകാലത്ത് മാറുവാനും പരിശീലിക്കുവാനും ദൈവം നമ്മെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ.